നമ്മളൊരു 4 മണിക്കൂറോളം മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടു. അതായത് അവരുടെ 3 മക്കളെ കേട്ടു, അവരുടെ പ്രയാസം മനസ്സിലാക്കി. ആശാ ലോറൻസിന്റെ ക്ലെയിം ഉണ്ടായിരുന്നത്, അതായത് കൺസെന്റ് തന്നത് ശരിക്കും അഡിക്വേറ്റ് അല്ല, ശരിയല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അത് ജെന്യുവിൻ കൺസെന്റ് ആണ്, ക്രെഡിബിൾ കൺസെന്റ് ആണ്. അപ്പോൾ നമ്മുടെ കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് അത് ശരിക്കും വാലിഡ് ആണ്. അപ്പോൾ ബോഡി നമ്മൾ ഇവിടെ വയ്ക്കാനും അത് എംബാം ചെയ്യാനും പ്രിസർവ് ചെയ്യാനും തീരുമാനിച്ചു. അല്ലാതെ ആസ് ഏർലി ആസ് പോസിബിൾ തുടങ്ങും. കാര്യം ഇപ്പോൾ കോൾഡ് ചേമ്പറിലാണല്ലോ. ഇനിയിപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഷെൽഫ് ലൈഫ്. അതുകൊണ്ട് ഇനി അടുത്ത എംബാം ചെയ്ത് പ്രിസർവ് ചെയ്യണം. അതായത് ജെന്യുവിൻ വിറ്റ്നസ് ആണ്, ക്രെഡിബിൾ ആണ്, അവർ കറക്റ്റ് അതിന്റെ അവർക്ക് അവസാന കാലം നോക്കി സംരക്ഷിച്ചാണ്. അപ്പോൾ അവരുടെ മൂത്ത മകൻ സജീവിന്റെ അടുത്ത് പറഞ്ഞ് അവര് കൂടെ ഉണ്ടായിരുന്നു, കേട്ടു. അങ്ങനെയാണ് മനസ്സിലായത്. ടീമില് നമ്മുടെ അതൊക്കെ ഓർഡറിലുണ്ടാവും. താങ്ക് യു. പിന്നെ ഒരു അഡ്വക്കേറ്റ് വിളിച്ച് ഭീഷണിപ്പെടുത്തി പരാതി നൽകിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞു. ഈ മീറ്റിംഗിനിടയിലാണോ ഈ സംഭവം? അത് ആശാ ലോറൻസിന്റെ അവര് കണ്ടു കഴിഞ്ഞൊരു ബഹളം ഉണ്ടായി. ലീഗൽ സൈഡ് ഒരു സംശയം ചോദിക്കണമാണ്. ഇതിനൊരു അപ്പീൽ സാധ്യതയുണ്ടോ ഇപ്പോൾ ആശാ ലോറൻസ്? എനിക്കറിയില്ല. അത് ഇപ്പൊ അവരെന്താ നേച്ചർ നമുക്ക് അറിഞ്ഞൂടാ. അത് സുജ 2 തരത്തിലും പറയുന്നുണ്ട്. ചേട്ടന്റെ കൂടെയും നീതിയുടെ കൂടെയും പകുതി പകുതിയായിട്ടിരിക്കുകയാണ്. അതിപ്പോ അവര് തന്നെ തീരുമാനിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഈ ഡിസിഷനിലേക്ക് എത്തിയത് ഈ വിറ്റ്നസിന്റെ കൂടി ഇത് കണക്കിലെടുത്തുകൊണ്ടാണ്. അങ്ങനെയാണോ? ആക്ടിന്റെ അത് ആ റൂള് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാനായിരുന്നു. അപ്പൊ അത് ഫോളോ ചെയ്യുന്നുണ്ട്. കേരള അനാറ്റമി ആക്ട് അനുസരിച്ച് കറക്റ്റാണ്. ഇത് തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത്. അത് തന്നെ. അതുകൊണ്ടാണ്. ഒന്നാമത് ഇത്രയും വലിയൊരു മനുഷ്യനാണ്. പിന്നെ ഒരു മക്കളും പല തരത്തില് ഇരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അവരുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ എപ്പോഴും നമ്മൾ ആ മനുഷ്യന്റെ വില്ലാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട്. അതിന് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വെർബലായിട്ടാണ്. പിന്നെ റിട്ടേൺ ഉണ്ടോന്ന് കാണിച്ചില്ല. അവർ പറഞ്ഞ് ചിലപ്പോൾ കാണും. അത് അതിന്റെ സമയം കിട്ടിയില്ല എന്നത്. ഉടനെ ഇല്ല. കാര്യം ഷെൽഫ് ലൈഫ് ഇപ്പൊ കുറച്ചുണ്ടല്ലോ. അപ്പൊ അത് ബോഡി പ്രിസർവ് ചെയ്യുന്ന സ്റ്റേജ് ആവുമ്പോ ഉടനെ എംബാം ചെയ്ത് പ്രിസർവ് ചെയ്യും. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അത് അങ്ങനെ പറയാം.